സുഹൃത്തുക്കളെ ശ്രദ്ധിക്കും ഒരു മിനിറ്റ്. അതായത് ഞാൻ എന്നോട് കാര്യം പറയട്ടെ. അതായത് കഴിഞ്ഞ വീഡിയോയിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ 1-2 ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചു. എങ്ങനെ അയച്ചു? അതായത് ഒരു പ്രശ്നം എന്താ ഓലെ പരാതിയല്ല, ഒരു പ്രശ്നം പോലെ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതായത് യൂട്യൂബേഴ്സ് ഒരുപാട് ആൾക്കാരായി. അപ്പം ഇനിയിപ്പോൾ നമ്മളോട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. സ്ഥലം നോക്കാൻ രക്ഷയില്ലല്ലോ, മക്കരപ്പറമ്പ്. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. അതായത് എത്ര കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നോട്ടെ, വണ്ടി സൈഡാക്കാൻ നല്ലല്ലേ, ബെറ്റർ ദാറ്റ് ആസ് ഇംഗ്ലീഷ് ആണ്. അതായത് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നോട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നോട്ടെ, പ്രശ്നമല്ല. അതായത് നമ്മളെപ്പോലെ അതായത് എത്ര കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നാലും യൂട്യൂബേഴ്സ് വന്നാലും നമുക്കുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവും. കാരണം എന്താ, നമ്മളെപ്പോലെ നമ്മളെ ശൈലിയിൽ നമ്മളെ കണ്ടന്റ് വെച്ചിട്ട് വീഡിയോ ചെയ്യുക നമ്മൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ചെറിയ ആൾക്കാരുടെ ഡൗട്ട് എന്താ വെച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും. എനിക്കുണ്ടതിനെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഉള്ളൊരു പ്രശ്നം. മറ്റുള്ളവരെന്താ വിചാരിക്കുക, അങ്ങനെ ഇട്ട് എന്താ വിചാരിക്കുക, അത് കണ്ട എന്താ വിചാരിക്കുക, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. വിട്ടുകളയാം, നമ്മളായിട്ട് നിൽക്കുക. ഞാനതാണ് പറഞ്ഞത്, അതാണ് ഞാൻ വിചാരിക്കണത്. അതാണ് നമ്മളായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ എത്ര കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, എത്ര യൂട്യൂബേഴ്സ് വന്നാലും നമ്മളെ സ്പേസ് ഉണ്ടല്ലോ, അത് നമുക്കുണ്ടാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി എത്ര ആൾ വന്നോട്ടെ, ഇനിയിപ്പോൾ നിലവിലുള്ള ആളുകൾ എത്ര ആൾ ഉണ്ടായിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. അത് നോക്കണ്ട. നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ പറയാൻ തോന്നി.